ആ വക്കീലൊന്ന് മാറിക്കേ, ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ. എന്ത് വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളതെന്നറിയോ? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈ MCH എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് 2 കൊല്ലമല്ലേ? ഇടയ്ക്ക് വരാൻ പറ്റില്ലേ? ഒരു പ്രാവശ്യം വരാൻ തോന്നുന്നു. ഒരു പ്രാവശ്യം? ഈ എന്നാ പിന്നെ പോണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കുക? എന്റെ വക്കീലെ, ഇതൊന്നും കിട്ടില്ലെന്നേ. അങ്ങനെ കിട്ടാനൊന്നും ഇരിക്കില്ല. അപ്പൊ പിന്നെ ഈ 2 വറുത്ത് കൊടുത്താലും സെലക്ഷൻ കിട്ടില്ലെന്നേ. നിനക്ക് തന്നെ അവളെ കടിച്ചു തരാം. എന്റെ ഒരു റൊമാൻസ്. കഴിച്ചോ? നീയാ? ഒന്നും ആയില്ലേ? പപ്പടം കഴിച്ചോ? തീർന്നു. ഞാണ്ടാ രാജി വഴിന്ന് വാങ്ങിച്ച മീൻ കടത്തിൽ എന്തോരം ചീത്ത കേട്ടണോ? അല്ല, അതെ, അവക്ക് മീൻ ചന്തയൊന്നും പരിചയമില്ലാത്ത ഒരുപാട് വർത്താനം പറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ ചോറ് വിളമ്പാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? ECക്ക് 32 വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് കള്ളനും പോയി. നീ പോയാ മേശം വൃത്തിയാക്ക. പോകുന്നുണ്ടോ അവിടെ? അയ്യേ ചേട്ടാ, രാജയുടെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ മുതൽ നാളെ തന്നെ എടുക്കണം. മറ്റന്നാൾ ഞായറാഴ്ച. ആഗസ്റ്റ് 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 15 ഞായറാഴ്ച. മറക്കണ്ട. മറക്കല. നീ ചോറ് വന്നുണ്ടോ? 2 ചീത്തയായി പോടി. ശോഭ, ആ പ്ലേറ്റിൽ എടുത്ത് വെക്കേ. ശരി, ചേട്ടൻ അങ്ങോട്ട് വാ. എന്താ സുഖ? ഇവക്ക് 2 സാരി വേണം. വേണ്ട, എടുത്തോളൂ. എനിക്ക് വരണെന്താ? എനിക്ക് വരണെന്താ? ആരും ബഹളം വെക്കണ്ട, ഞാൻ എടുത്തുതരാം. മോളെ, കണ്ണാടി താഴെ കിടക്കരുതേ. ഇത് നീട്ടുന്നു. ചേട്ടാ, ഇത് ചേച്ചിക്ക്, തരാം. ഇത് അനുമോന്, ഇന്നിനി മോക്ക്. ഇത് രാജിമോൻ. കൊള്ളാം. നീ ഒന്നും വേണ്ടല്ലോ, ആ ബലി. എന്റെ കൈ പോയേ, അയ്യോ എന്റെ ചോരയെല്ലാം പോയേ, ഞാനിപ്പോ ചാകുവേ. ചേട്ടാ വിഷമിക്കായിരിക്കും, ഞങ്ങളില്ലേട്ടാ. ഇത് കണ്ടോ, ഇവരെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു. അയ്യോ എന്നെ കൊണ്ടുപോ, ഞാനിപ്പോ ചാകുവേ. നോക്കി കവർ കൊണ്ടുപോടാ. ഞാൻ ഘട്ടം പോയില്ല, ഞാൻ ചാത്തട്ട് വേണം അവിടെ എന്റെ ഭാഗം വെച്ചേക്കാൻ. ചാകുവാ ചാകുവാ നേരെ വാതാ ഒന്ന് പോടാറുന്നു. നിന്റെ അമ്മയുടെ നായര് പോടെ വണ്ടി. ഇപ്പൊ ഓപ്പറേഷൻ ഇപ്പൊ കീറണം. ഇപ്പൊ കണ്ടു. അയ്യോ സിസ്റ്ററെ, അയ്യോ ഓപ്പറേഷൻ വേണ്ടി വരും. അല്ല സിസ്റ്ററെ, എനിക്കിവിടെ B ഗ്രൂപ്പ് ബ്ലഡ് കിട്ടുമോ? ഈ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ C ഗ്രൂപ്പ് മതി. സ്റ്റോക്ക് ഇല്ല. അയ്യോ അയ്യോ, ഞാൻ ചത്തേ. ഒച്ച വയ്ക്കാതെ ഇല്ല, നോക്കട്ടെ. അയ്യോ മോഹൻദാസ്, അയ്യോ B ഗ്രൂപ്പ് ബ്ലഡ് വേണം. അയ്യോ എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവൻ പറഞ്ഞു തരുമ്പോഴേക്കും എന്റെ പ്രാണം പോകും. അടിവിടാ. അയ്യോ അയ്യോ ഡാക്ടർ ചോദേ. അയ്യോ അയ്യോ ഡാക്ടർ വരാൻ. അയ്യോ എനിക്കൊന്നും വയ്യാട്ടോ. അയ്യോ അമ്മോ, അയ്യോ എനിക്ക് എന്റെ അമ്മോ, എനിക്ക് ഗതി വന്നല്ലോ. അയ്യോ എന്റെ ചോരയെല്ലാം പോയേ. അയ്യോ
കൈക്കെന്ത് പറ്റി? അയ്യോ എന്റെ ചോരയെല്ലാം പോയേ. അന്നേരെ നോക്കട്ടെ. വണ്ടി വിടല, വണ്ടി വിടല, നിക്ക്. വണ്ടി വിടല. എവിടെ? ഏത് ഈ കൈ? എവിടെ? ഈ കയ്യിൽ ഏത് കയ്യാ? ഈ കയ്യാ? എവിടെയാണ് ബ്ലേഡ് കൊണ്ട് കൈ മുറിഞ്ഞതാ. ഈ കയ്യാ? ഇത് ഒന്നിറങ്ങി. ഒന്നിറങ്ങ്. അതെ. ചെക്കപ്പ് ഇറങ്ങ. എന്ത്? കൊണ്ടു. നടന്നു പോയാ മതി. നടന്നു പോയാ മതിന്ന്. പണിക്കർ കുറക്കം വരുന്നുണ്ടോ? ഏയ്, ഞാനിറങ്ങുമ്പോ മണി 1:30 ആകും. ഇതാ മരുന്ന്. അച്ഛൻ അറിയാറായില്ലേ? സമയം ഏതായാലും ഇത്രയായില്ലേ, ഇനി രാജം വന്നോട്ടെ. രാജിമോൾ എന്തിയെ? അവളകത്തുണ്ട്. ആ ഉണ്ണി, വാതിൽ തുറക്ക്. രാജന. ടൈം. രാജയുടെ അകത്തുണ്ട്. പ്രാർത്ഥിക്കാണെന്ന് തോന്നുന്നു. നമുക്കൊന്നുമില്ലേ? അതിന് നിന്റെ ബർത്ത്ഡേ അല്ല. അല്ല, അച്ഛനെതിരെ ഉറങ്ങില്ലേ? ഇന്ന് അല്പം താമസിച്ചുറങ്ങാമെന്ന് കരുതി. പണിക്കരേട്ടുണ്ടല്ലോ. നാളെ അതൊക്കെ എന്താ പ്രസന്റേഷനുമായ രാജൻ രാത്രിയില്ലേ? നാളെയല്ലേ ബർത്ത്ഡേ? ഇത് ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി കാണുന്നൊരു സത്യമാണ്. ഓഗസ്റ്റ് 12-ാം തീയതി ബർത്ത്ഡേ ആണെങ്കിൽ 11-ാം തീയതി രാത്രി 12 മണിക്ക് രാജൻ ഇവിടെ എത്തിയിരിക്കും. ഈ 12 മണിക്ക് തന്നെയാണ് രാജിയെ പ്രസവിച്ചതും രാജന്റെ അമ്മ മരിച്ചതും. 10-22 വർഷങ്ങളായെങ്കിലും ഇന്നും ഞാൻ അതെല്ലാം ഓർക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. അല്ല, അതായത് ഇന്ന് നിന്റെ ബർത്ത്ഡേ. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നല്ലാതെ? അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? എന്താണ് വേഗം പറ. തീർന്നു പിടിക്കല്ലേ? അപ്പോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ചരമദിനാണോ? അതല്ല അതല്ല. അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കേണ്ട ദിവസം. അന്നിപ്പോ എന്ത് പറ്റി? പറ്റിയെന്നല്ല, നല്ല മാല. മണി ഒന്നും അടിക്കണ്ട. എന്താന്ന് വെച്ചാ അല്ല, എന്റെ അഭിപ്രായമല്ല, നിന്റെ ചേട്ടന്റെ അഭിപ്രായമാണ്. എന്ത്? ഒരു 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 കുപ്പി, അല്ല ഒരു ഒരു മാള്. മാള്. ചേച്ചി പിന്നെ 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 എന്താണ് പറഞ്ഞു? മാള് ചേച്ചി പാട്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്താടി ചേച്ചി? എന്തേ
തനിക്കെന്താ അവിടെ കാര്യം? ഇത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. അത് ശരി, എന്താ കാര്യം? ചേച്ചി എന്തെങ്കിലും ആയിക്കോട്ടെ. കഷ്ടായത് ഒന്ന് ചുമ്മാ ഇരി. ചേച്ചി സ്മോൾ വേണോന്ന്. എന്താ ഇവിടെ പ്രോബ്ലം? ചുമ്മാ ഒരു കാര്യമില്ലാതെ പെണ്ണ് വീർന്നുകൊണ്ട് അലേച്ചാർക്കേ സ്മോൾ വേണമെന്ന്. മാളോ അവന്റെ ആഗ്രഹമല്ലടി, അടിച്ചോട്ടെ. അത് ശരി, രണ്ടുപേരും കൂടെ ഉള്ള പ്ലാനാണോ? ദേ അച്ഛനില്ലാത്ത സമയം കേട്ടോ. അതുകൊണ്ടല്ലേ പ്ലാൻ ഇട്ടത്. ദേ നാളെ എക്സാമിന് രണ്ടുപേർക്കും വേണ്ട പ്ലീസ്. എന്തോന്നാ നാത്തൂന് ഇത്? 2 സ്മാൾ അടിച്ചു കയറി ഞങ്ങൾ തലകുത്തി നിൽക്കാൻ പോണം. ലാസ്റ്റ് ഫ്രൈഡേ ഒരു ബോഡി വാഷ് ഔട്ട് ചെയ്തില്ലേ? അത് വലിയ പുലിവാലായി. എന്താ? അത് മാണ്ടാണെന്ന് പറഞ്ഞ് കേസ് പോയിട്ടുണ്ട്. അതിന് നമുക്കെന്താ? നമുക്കൊന്നുമില്ല, പക്ഷെ കോടതി കയറണ്ടേ. മോർണിംഗ്. എക്സാം എല്ലാം എങ്ങനെ എഴുതി? നന്നായിരുന്നു സർ. ഓ, പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലേ? അതെ. എന്താണ്? നല്ല സുഖം തോന്നുന്നില്ല. എന്തു പറ്റി? നീ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. നീ മാറിക്കോ. ഈ കുട്ടി എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഷി വാസ് ക്യാരിങ്. ആരെങ്കിലും ചതിച്ചതായിരിക്കും. ചേട്ടൻ ഇവിടെ ഇരിക്കുക. ആ, നീ കാപ്പി എടുക്കട്ടെ. വേണ്ട രാജി. എന്ത് പറ്റി? എന്താ മുഖം എല്ലായിരിക്കുന്നു? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. ഇവിടെ പിടിച്ചൊന്നും ഇരിപ്പുണ്ടോ? ഒന്നും കാണില്ല. നീ മരുന്നില്ല വാങ്ങിപ്പിക്കാം. കുഞ്ഞിനേട്ടാ, ഒന്ന് മെഡിക്കൽ സ്റ്റോർ വരെ പോണം. വരൂ, അകത്ത് വന്ന് റിലാക്സ് ചെയ്താൽ മാറും.